രണ്ട് കാര്യം ഇവിടെ സംഭവിക്കണം. കൊലോസ്യർ ലേഖനം 1-ാം അധ്യായം നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1:18 നമ്മൾ ചിന്തിച്ചു നിർത്തിയ സകലത്തിലും തൻ മുമ്പനാകുന്ന ആരംഭവും മരിച്ചവരുടെ ആദ്യജാതനായി എഴുന്നേറ്റവനുമാകുന്നു. എന്നിട്ടൊരു വാക്ക് ശ്രദ്ധിച്ചോടെ, അവന് സർവ്വസമൃദ്ധയും വസിപ്പാനും അവൻ 20-ാം വാക്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. എന്താ വെച്ചാൽ സമാധാനം ഉണ്ടാക്കണമെങ്കിൽ ക്രൂശിൽ എന്ത് ചൊരിയണം? രക്തം ചൊരിയണം. പക്ഷെ ആൾക്കാർ പറയുന്നത് എന്തുവാ? അങ്ങനെ സംഭവിച്ചാൽ ഞങ്ങൾ ഉറപ്പിച്ച് തറപ്പിച്ച് പറയും, നീ ദൈവപുത്രൻ അല്ല. നീ ദൈവപുത്രനാണെങ്കിൽ നിന്റെ ഒരു തുള്ളി രക്തം പോലും ഇവിടെ ചീന്തത്തില്ല. കാരണം ദൈവം തന്റെ പുത്രന്മാരെ അങ്ങനെ അല്ല നടത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ദൈവം തന്റെ മക്കളെ നടത്തുന്ന വിധങ്ങളെ കുറിച്ച്. അത് ദൈവമക്കളും കൂടെ അങ്ങനെ നോട്ട് ചെയ്താലോ? ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ഒരു രഹസ്യം കേൾക്കണോ? മനുഷ്യന്റെ അഭിപ്രായങ്ങളും രീതികളും യേശു അഡോപ്റ്റ് ചെയ്തിരുന്നില്ല. യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ദൈവാശ്രയത്തെ വെളിവാക്കേണ്ടത് ഞാനല്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് എന്നെ തെളിയിക്കേണ്ടത് ഞാൻ ആർക്കു വേണ്ടി സമർപ്പിച്ചോ? എന്റെ പിതാവ്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് പറയുകയും ചെയ്യും, ആ ആശ്രയം വെളിവാക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കുകയും ചെയ്യും. ഞാൻ ഒരാളിൽ ആശ്രയിക്കുമ്പോൾ ഞാൻ ആരിൽ ആശ്രയിക്കുന്നു ആ വ്യക്തിയാണ് അത് തെളിയിക്കണ്ടേ. ഞാൻ എന്നിലാണ് അവൾ ആശ്രയിക്കുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എന്റെ ദൈവമാണ് തെളിയിക്കണ്ടേ അവളുടെ. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അവൻ ശക്തനാ, അവനാണ് ഞങ്ങളുടെ ശിരസ്സെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും. പിന്നെ ആൾക്കാർ സമയം നിശ്ചയിച്ചാൽ ആ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാണ്ടിരിക്കുകയല്ല ദൈവം. എന്ത് സംഭവിച്ചു? ക്രിസ്തുയേശുവിന്റെ അവൻ ആരംഭവും മരിച്ചവരുടെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ജാതനായി എഴുന്നേൽക്കണം. അപ്പൊ അതിന് എന്ത് സംഭവിക്കണം? ക്രൂശിൽ ഇറങ്ങിയാ പറ്റുമോ? മരണത്തിലൂടെ മാത്രമേ അവന് മരണത്തിനപ്പുറം കടന്ന് റിസറക്ഷൻ, ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തണമെങ്കിൽ യേശു മരണത്തിലൂടെ കടന്നു പോണം. പക്ഷെ ലോകം പറയുന്നു, സമൂഹം പറയുന്നു, അങ്ങനെ നീ കാൽവറി ക്രൂശിൽ മരിച്ചാൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയും നീ ശപിക്കപ്പെട്ടവനാ, നീ ദൈവപുത്രനല്ല. ദൈവപുത്രനെ ഒരിക്കലും കാൽവറി ക്രൂശിൽ മരത്തിന്മേൽ തൂങ്ങുവാൻ പിതാവ് സ്വർഗത്തിൽ നീ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. എങ്ങനെ ഈ ദൈവിക നിയോഗത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ അല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾക്കൊരു നല്ല മാതൃക അവൻ വെച്ച് പോയേക്കും അല്ലേ? നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണമെന്നും വിട്ടുകൊടുക്കണോ ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ മനുഷ്യന്റെ അഭിപ്രായങ്ങളും ആലോചനകളും അവരുടെ ചില വ്യക്തികളുടെ പ്രവർത്തന സംസാര രീതികളും അല്ലെങ്കിൽ അവർ നമ്മളെ കാണുന്ന വിധങ്ങളും അങ്ങോട്ട് നമ്മക്കോട്ട് കൺവിൻസ് ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? കാൽവരി ക്രൂശിൽ എവിടെങ്കിലും യേശു കൺവിൻസ് ചെയ്തോ? എന്റെ പ്രിയരെ, അനുസരണത്തിന്റെ സമയത്ത് അനുസരിപ്പിക്കുന്നതിനെ കുറിച്ചോ ബോധ്യപ്പെടുന്നതിനെ കുറിച്ചോ യേശു ചിന്തിച്ചു പോലുമില്ല. കാരണം യേശുവിനറിയാം എന്റെ ദൈവാശ്രയവും ഞാൻ പിതാവിന് വേണ്ടി എന്റെ പിതാവിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്നുള്ളതും യേശുവിന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് യേശുവിനറിയാം ഏത് റിഡംഷന്റെ സമയം കൺവിക്ഷന്റെ സമയമല്ല. മറുവില കൊടുക്കാൻ തന്നെത്താൻ ഒരുങ്ങുമ്പോൾ താഴെ നിൽക്കുന്ന ആൾക്കാർക്ക്, കേട്ടോണം പ്രിയപ്പെട്ടവരെ, മറുവില കൊടുക്കാനുള്ള സമയവും മറുപടി കൊടുക്കാനുള്ള സമയവും രണ്ടാണ്. ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുവാൻ, വെല്ലുവിളിക്ക് മറുപടി കൊടുക്കുവാൻ, പരിഹാസത്തിന് മറുപടി കൊടുക്കുവാനുള്ള സമയം മറുവിലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെന്ന് ക്രിസ്തുവിന് ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദിക്കാം, നിനക്കും എനിക്കും ആ ബോധ്യമുണ്ടോ? ദൈവത്തോടുള്ള അനുസരണത്തിൽ പിടിച്ചു നോക്കേണ്ട സമയം അതെ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാനുള്ള വ്യഗ്രതയാണോ നമുക്കുള്ളത്, അതോ കർത്താവിനോട് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സമർപ്പണമാണോ നമുക്കുള്ളത്? എല്ലാവർക്കും ഇഷ്ടമാണ് ബാക്കി ഭാഗങ്ങൾ വായിക്കാൻ. ഫിലിപ്പിലെ ഞാൻ അത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് പിതാവാടിയോനെ ഏറ്റവും ഉയർത്തി. എന്തുകൊണ്ട്? മറുവിലയുടെ സമയത്ത് മറുപടി കൊടുക്കാൻ പോയുണ്ടോ? അനുസരിക്കേണ്ട സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പോയുണ്ടോ? നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവത്തിന്റെ സമയവും
നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരു മനുഷ്യനും, ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ദൈവിക നിയോഗത്തിൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ പിന്തിരിപ്പിക്കാൻ ഒരു പ്രമുഖനും കഴിഞ്ഞില്ല, ഒരു പ്രമാണിക്കും കഴിഞ്ഞില്ല, ഒരു പുരോഹിതനും കഴിഞ്ഞില്ല, ഒരു സാമാന്യ ജനത്തിനും കഴിഞ്ഞില്ല, ഒരു ശ്രേഷ്ഠ ജനത്തിനും കഴിഞ്ഞില്ല, തന്നെ ഒത്തിരി സ്നേഹിച്ച പത്രോസിനും കഴിഞ്ഞില്ല. He was determined, and Jesus was well aware of the God's timing. തകരേണ്ട സമയത്ത് തകർന്നേ പറ്റൂ. അത് യേശുവിന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് യേശു തന്റെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ അവർ പറയുകയാണ്, ദൈവാശ്രയവും ഈ കിടപ്പും കൂടെ യോജിക്കുന്നില്ല. ദൈവപുത്രനാണെന്നുള്ള നിന്റെ സാക്ഷ്യവും, എന്നാൽ ആ ദൈവപുത്രന പദവിയുള്ള ആ സാക്ഷ്യത്തിന് ഒട്ടും ചേരാത്ത ഒരു നിമിഷത്തിൽ നീ വന്നെത്തിയിരിക്കുമ്പോൾ ഇപ്പോഴും നീ പറയുകയാണോ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നോ വേ. ഞങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഞങ്ങൾ കൺവിൻസ്ഡ് അല്ല. യേശുവിന് അത് ഡോണ്ട് കെയർ ആയിരുന്നു. കാരണം മനുഷ്യനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയല്ല യേശു കാൽവറി ക്രൂശിൽ കയറിയത്, മനുഷ്യന് മറുവില കൊടുക്കാനാ. ഈ രാത്രി ദൈവമക്കളെ, ദൈവിക നിയോഗങ്ങളെ നിസ്സാരമായി കാണിച്ചുകൊണ്ട് നമ്മുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പിനെയും അതിനെ നിസ്സാരമായി കാണിച്ചുകൊണ്ട് നമ്മളെ ലക്ഷ്യം തെറ്റിപ്പിക്കുവാൻ വ്യക്തികൾ, സ്വഭാവങ്ങൾ, രീതികൾ, മനുഷ്യൻ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, മനുഷ്യന്റെ സമയം, അതിന്റെ തിടുക്കം, പ്രായം, അതിന്റെ കാലം കടന്നു വന്ന് നമ്മളെ വല്ലാതെ മുഷിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ ഓർത്തോണം. കർത്താവിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവന് സർവ്വസാധന പറയണ ആ വാക്കുകളുടെ 20-ാം വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം, ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. Through Christ, God reconciled everything to himself. He made peace with everything in heaven and on earth by means of Christ's blood on the cross. മഹത്തായ ദൈവിക പദ്ധതിയെ മനസ്സിലാകാത്ത ആൾക്കാരുടെ വാക്ക് കേട്ട്, എന്റെ പ്രിയരെ, എനിക്കും നിങ്ങൾക്കും അബദ്ധം പറ്റരുത്. മഹത്തായ പദ്ധതിയുടെ ആവിഷ്കരണം മനസ്സിലാക്കാത്ത ജനത്തിന്റെ വാക്ക് കേട്ടിട്ട് നാം അനുസരണം കെട്ടവരായി തീരരുത്, അവിശ്വസ്തരായി തീരരുത്. ദൈവാശ്രയത്തെ തെളിയിക്കുവാൻ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്നും ഞങ്ങൾ ദൈവത്താൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മക്കളാണെന്നും അവൻ ഞങ്ങളെ നടത്തുന്ന വിധങ്ങളിൽ ഞങ്ങൾ സംതൃപ്തി ഉള്ളവരാണെന്നും സന്തോഷമുള്ളവരാണെന്നും നാം അവകാശപ്പെടുമ്പോൾ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലൂടെ നാം യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്ര തോൽവിയല്ല, ആ യാത്ര ക്രിസ്തുവിനോടുള്ള ജയമാണ്. അതവന്റെ മാതൃക പിൻപറ്റുന്ന യാത്രയാണ്. കാരണം എന്നറിയോ, ക്രൂശിൽ രക്തം ചൊരിയുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിച്ചേ, ആ രക്തം കൊണ്ട് ക്രിസ്തു മുഖാന്തരമാണ് സമാധാനം ഉണ്ടാക്കുന്നേ. പക്ഷെ ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചിരിക്കണം? രക്തം ചൊരിയണം, മറുവില കൊടുക്കണം. ആ മറുവില കൊടുക്കണമെങ്കിൽ എന്തിന് ഏൽപ്പിച്ചു കൊടുക്കണം? മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരണം വരെ അനുസരണമുള്ളവനായി തീരണം. ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അനുസരണം വേണം. അനുസരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്റെ മാനത്തെക്കാൾ അധികം ദൈവത്തിന്റെ മാനത്തിന് വാല്യൂ കൊടുക്കണം. മനുഷ്യന്റെ സമയത്തിന് വേണ്ടി ധൃതി പിടിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. റിഡംഷൻ നടക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ക്രിസ്തു മുഖാന്തരമാണ്. ആ പീസ് സമ്മതിച്ചു, ക്രിസ്തു മുഖാന്തരമാണ് സമാധാനം ഉണ്ടാക്കുന്നത്.
സത്യം. പക്ഷെ ചോദ്യം, ക്രിസ്തു മുഖാന്തരം എങ്ങനെ സമാധാനം ഉണ്ടാക്കണം? അതിനുവേണ്ടി മറുവിലയായി ക്രിസ്തുവിന്റെ രക്തം ചിന്തണം. ആ രക്തം ചൊരിയുമ്പോൾ ആ ശരീരമേൽപ്പ്, അതിന്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്. അത് വായിച്ചപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ, അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ ക്രിസ്തുവിനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. എന്നിട്ട് 22 ഒരു വാക്ക് പറയുന്നുണ്ട്, കൊലോസ്യരോട് പ്രത്യേകമായി പറയുന്ന, ഇപ്പോൾ തന്റെ ജഡശരീരത്താൽ തന്നെ മരണത്താൽ നിരപ്പിച്ചു. അവര് പറഞ്ഞ എന്തുവാ? മരിക്കുവാണെങ്കിൽ ഓർത്തോ, നീ ദൈവപുത്രനെ ഞങ്ങൾ ഉറപ്പിക്കും. നീ ഇറങ്ങി വന്നില്ലെങ്കിൽ ഓർത്തോ, ഞങ്ങൾ ഈ മരണത്തിന് ഒറ്റ പേരെ കൊടുക്കത്തുള്ളൂ, ശപിക്കപ്പെട്ട മരണം. മരത്തിന്മേൽ തൂങ്ങുന്നവൻ. ക്രിസ്തു എന്ത് ചെയ്യണം? മനുഷ്യന്റെ മുമ്പിൽ താൻ ദൈവത്തിൽ ആശ്രയിക്കും, ദൈവപുത്രനാണെന്ന് തെളിയിക്കണോ? അതോ തന്റെ പിതാവിന്റെ മുമ്പിൽ അനുസരണമുള്ളവനായി മറുവിലക്ക് ഏൽപ്പിച്ചു കൊടുക്കണോ? ഇന്ന് രാത്രി നമ്മളോട് ദൈവം ചോദിക്കുക, where will you stand? നിങ്ങളെ വല്ലാതെ എന്നെയും വല്ലാതെ ഞെരുക്കുന്ന ദൈവാശ്രയവും ദൈവ മക്കളെന്ന പദവിയും വെളിപ്പെടുത്തേണ്ട പല സന്ദർഭങ്ങൾ വന്ന് ആൾക്കാർ നമ്മളെ തിക്കുമ്പോൾ അതിനുവേണ്ടി ദൈവത്തോട് മല്ലുപിടിക്കണോ? അതിനുവേണ്ടി ദൈവത്തോട് മുഷിയണോ? അതിനുവേണ്ടി വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കണോ? പ്രലോഭനത്തിൽ അകപ്പെടണോ? അതോ ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം? ഏത് സ്റ്റാൻഡ് എടുക്കും നമ്മൾ? ക്രിസ്തുവിന്റെ സ്റ്റാൻഡ് എടുക്കുമോ? അതോ ഇസ്രായേൽ മക്കളുടെ അവർക്ക് വന്ന പോലെ നിങ്ങൾക്ക് ഭവിക്കരുതെന്ന് പറഞ്ഞ ഈ മനോഭാവമായിരുന്നു അപ്പോസ്തലന്മാർക്കെല്ലാം? രണ്ട് കാര്യം സംഭവിക്കണം. ഈ രണ്ട് കാര്യവും അന്നത്തെ ഈ ക്രൂസിഫിക്കേഷൻ വിറ്റ്നസ് ചെയ്യുന്ന, നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ക്രൂശീകരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷികളായിരിക്കുന്നവരോട് ചോദിച്ചാൽ അവര് പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ പറയും ഇവനെ ദൈവം കൈവിട്ടിരിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ മർമ്മം അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, അവൻ സകലത്തിൽ ഒന്നാമനാകേണ്ടതിന് ആരംഭവും മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റവരിൽ ഏറ്റവും പ്രമുഖനുമാകുന്നു. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതായ സകലത്തെയും തന്നോട് ക്രിസ്തു മൂലം അനുരഞ്ജിപ്പിക്കാനും ദൈവത്തിനു തിരികിതം തോന്നി. ഞാനിങ്ങനെ പറയാം, അപ്പോൾ ക്രൂശിൽ നിന്ന് ഇറക്കി വിടാനല്ല ദൈവത്തിന് തിരികിതം തോന്നിയത്, പിന്നെയോ ക്രൂശിൽ പൂർണ്ണ അനുസരണമുള്ളനാക്കി കിടത്തി മറുവില ഏറ്റുവാങ്ങി രക്തം ചൊരിഞ്ഞ് ശരീരം ഏൽപ്പിച്ചു കൊടുത്ത് സകലത്തെ അനുരഞ്ജിപ്പിക്കുവാൻ നിരപ്പിനായി പിതാവിന് തിരികിതം തോന്നി. പ്രിയരെ, നമ്മളെ കുറിച്ചുള്ള തിരികിതം നമ്മൾ അന്വേഷിക്കാറില്ലേ? ചോദിക്കാറില്ലേ? പക്ഷെ പലപ്പോഴും ചോദിക്കുന്നതല്ലാതെ അതിനെ പൂർണ്ണമായി അറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി നമ്മളെ സമർപ്പിച്ച് നമ്മുടെ ഈ ജീവിത യാത്രയിലൂടെ ചില കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ട് അനുസരണം പഠിപ്പിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി നിർത്തി അനേകരെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുവാൻ ദൈവത്തിന് തിരികിതം തോന്നുമ്പോൾ നമുക്ക് എന്ത് ഹിതമാ തോന്നുന്നേ? ക്രിസ്തുവിന് എന്താ തോന്നിയ മനസ്സിലായോ? ദൈവത്തിന് എന്ത് ഹിതം തന്നെ കുറിച്ച് തോന്നിയോ അതേ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ദൈവത്തോട്. പക്ഷെ താഴ്ന്നു നിൽക്കുന്നവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പിതാവിന് തോന്നിയ തിരിഹിതം എന്താ? നമ്മളിവിടെ വായിച്ചു. പിതാവിന് തോന്നിയ തിരിഹിതം എന്തെന്ന് ചോദിച്ചാൽ, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതായ സകലത്തെയും തന്നോട് ക്രിസ്തു മൂലം ക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് നിരപ്പിക്കാൻ അനുരഞ്ജിപ്പിക്കാൻ ദൈവത്തിന് തിരിഹിതം തോന്നി. അതുകൊണ്ട് ഒരു കാര്യം രാത്രി നമ്മള് ചിന്തിച്ച് നമുക്ക് നിർത്താം. ആൾക്കാർക്ക് പലതും തോന്നും നമ്മുടെ ഈ നടപ്പൊക്കെ കാണുമ്പം, നമ്മുടെ ഈ പോക്കും, നമ്മുടെ ഈ പ്രത്യാശയും, നമ്മുടെ ഈ സാക്ഷ്യവും, നമ്മുടെ ഈ കാത്തിരിപ്പും, നമ്മുടെ ഈ പ്രത്യാശയും ധൈര്യവും കാണുമ്പോൾ പലർക്കും പലതാ തോന്നുന്നേ. നമുക്ക് തോന്നുന്നതിനെ അവർക്ക് തോന്നുന്നത് നമ്മളെന്തിനാ നിർബന്ധിക്കുന്നത്?
അങ്ങനെ തോന്നിയാൽ പിന്നെ അവര് ദൈവമക്കളല്ലേ? ദൈവമക്കളല്ലാത്തവർക്ക് തോന്നത്തില്ലല്ലോ. കാൽവരി ക്രൂശിന്റെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നവന് ക്രിസ്തുവിന് തോന്നേണ്ട അതേ മനോഭാവം തോന്നുന്നു. ക്രിസ്തു ക്ഷണിച്ചില്ലല്ലോ. ക്രിസ്തുവിനെ നയിക്കുന്ന വിധങ്ങൾ ഈ വെല്ലുവിളിക്കുന്ന അറിയണമെന്ന് പിതാവ് ക്ഷണിച്ചില്ലല്ലോ. പിന്നെ നമ്മളെന്തിനായി വൃഥാ ആഗ്രഹിക്കുന്നേ? അതൊരു സ്പെഷ്യൽ പാക്കേജ് അല്ലേ? പുത്രനും തന്റെ പിതാവും തമ്മിലുള്ള ഉടമ്പടിയുടെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരു പാക്കേജ് പോലെ നമുക്ക് നമ്മുടെ കർത്താവുമായിട്ട് അങ്ങനെ ഒരു ഉടമ്പടിയില്ലേ? ഞാൻ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ, നിനക്ക് എന്താണ് തിരികെ തോന്നേ അത് തന്നെ എന്നിലേക്ക് നിവർത്തിക്കട്ടെ, മറ്റുള്ള തോന്നലൊക്കെ അവിടെ. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് എത്രയോ ഫെമിലിയർ പാസേജുകളാണ്. പക്ഷെ ഇതിനകത്തൊരു ആപ്ലിക്കേഷൻ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിയോളജി നമുക്കറിയാം, ഇതിനകത്തെ ദൈവശാസ്ത്രം നമുക്ക് അറിയാം. ഇതാണ് ഇത്ര വലിയ കാര്യം, നമുക്ക് വളരെ ഈസിയാ. അതല്ലേ എനിക്ക് കേട്ടോ, മരിക്കാനല്ലേ അങ്ങോട്ട് കയറിയേ? അത് ചോര ചെയ്തി അവസാനം പുള്ളി ചെയ്ത് ഞങ്ങൾ എത്ര പാട്ട് പാടുന്ന അവസാനം പുള്ളി. പക്ഷെ ചോദ്യം, പ്രസന്റിൽ യേശുവിന്റെ സാഹചര്യം എന്തായിരുന്നു? തിരികിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരുന്നോ? റാൻസം കൊടുക്കുമ്പോൾ, മറുവില കൊടുക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് നീ മറുവില കൊടുത്തിട്ട് വരാനാണ് പറഞ്ഞല്ല. നിനക്കൊരു പോറൽ പോലും ഏൽക്കാൻ നീ ഇറങ്ങി വാ. പക്ഷെ പിതാവിന് എന്തോ തിരികെ തോന്നിയേ? മുറിഞ്ഞ് ചീന്തി, ചോര ചീന്തി, ജഡശരീരം തകർന്ന്, അങ്ങനെ ആ ശരീരം കൊണ്ടും രക്തം കൊണ്ടും മറുവില പൂർണ്ണമായി പേ ചെയ്യണം. പേ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? അവൻ മരണത്തിലേക്ക് പ്രവേശിക്കണം. ചോദ്യം, ഇനിയും എന്താണ് പിതാവ് ചെയ്യാൻ പോന്നെ? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനെ, മനുഷ്യന്റെ വെല്ലുവിളിക്ക് വൈകാരികമായി പ്രതികരിക്കാത്തവനെ, തന്റെ പുത്രത്വം തെളിയിക്കേണ്ട സമയത്ത് പിതൃത്വത്തോട് വിശ്വസ്ത കാണിച്ചവനെ, നിന്നെ കുറിച്ച് നീ ആരെന്നൊന്ന് വെളിപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഒരു വെളിപ്പെടുത്തലുമില്ലാതെ പിതാവിനോട് അനുസരണം തൂങ്ങി പിടിച്ചു കിടന്നവനെ, ആ കർത്താവിനെ ഉയർപ്പിക്കുവാൻ പുത്രനല്ല പറയുന്നത്, അത് പിതാവിന്റെ തീരുമാനമാണ്. അവനെ ഉയർപ്പിച്ച് മരണത്തെ ജയിച്ചവനായ, മരിച്ചവനിൽ ആദ്യ ജാതനായി, പ്രമുഖനായി ഇതാ ക്രിസ്തു പുറത്തു വരുമ്പോൾ ആ റിസറക്ഷനാണ്, അവൻ ദൈവപുത്രനാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്ത്രീയോടുകൂടെ ക്രിസ്തു തേജസ്കരിക്കപ്പെട്ട ശരീരമായി പുറത്തു വരികയാണ്. ഇതേ പ്രത്യാശയാണ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നേ. ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് കൊണ്ട് തന്നെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കൂ. അന്നാളിൽ നിങ്ങൾ തിരിച്ചറിയും നാം നേടിയതെന്ന്. അന്നാളിൽ ആ വില നാം അറിയും. നമ്മുടെ ദൈവമക്കൾ എന്നുള്ള പദവിയും പുത്രത്വത്തിന്റെ സാക്ഷ്യവും മുദ്രയിടാൻ പോകുന്നത് എവിടെയാ? ഒരു കാര്യം ഓർത്തോണം, ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്തുവിന് നന്നായിട്ട് അറിയാം ഞാൻ ആരും നല്ല ബോധ്യം തനിക്കുണ്ട്. തന്നെ ഉയർപ്പിക്കുന്നുള്ള താൻ വിളിച്ചു പറയുന്നു. പക്ഷെ ഉയർപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാ? പിതാവായ ദൈവം. ഇനി ആരെയാണ് ഉയർപ്പിക്കേണ്ടേ? മറുവില കൊടുക്കുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് ആരെയാണ് ഉയർപ്പിക്കാൻ പോകുന്നത്? നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ സഭയിലെ സ്ഥിരമായ പഠനത്തിലുള്ള ഭാഗങ്ങളാണ്. ആർക്കാണ് തേജസ്കരിക്കപ്പെട്ട ശരീരം കിട്ടാൻ പോകുന്നത്? ഞാൻ വാക്കുകളെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ ഇതാണ് ഇനി ആ ഭാഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്തത് ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഇനിയും അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസിയോട് പേഴ്സണലി പറയുകയാണ് എങ്ങനെയാണ്. അപ്പൊ നമ്മള് റിഡംഷൻ പറഞ്ഞു, റിസറക്ഷൻ പറഞ്ഞു. റിഡംഷന്റെയും റിസറക്ഷന്റെയും പ്രൊഡക്റ്റ് ആണ്, അതിന്റെ റിസൾട്ട് ആണ്, അതിന്റെ അഡ്വാൻറ്റേജ് ആണ് റീകൺസിലേഷൻ. ഇന്നത്തെ ക്രിസ്ത്യ തലമുറയോട് ചോദിച്ചേ, കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ചോദിച്ചേ, കർത്താവ് ക്രൂശിക്കപ്പെട്ടു, കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ എന്തില്ല റീകൺസിലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം വ്യക്തികൾ അനുഭവിക്കുന്നേ. പക്ഷെ ഏറ്റവും വലിയ മണ്ടത്തരം കേൾക്കണോ? റിഡംഷനും റിസറക്ഷനും എന്തിനു വേണ്ടിയാ? റീകൺസിലേഷൻ നിരപ്പനുഭവിക്കാത്ത ഹതഭാഗ്യരെ നോക്കി നമ്മളാണ് അയ്യോ കഷ്ടം പറയണ്ടേ. അതേ റീകൺസിലേഷൻ നിരപ്പ് പ്രാപിക്കുന്ന നമ്മളെ നോക്കി അവരല്ല ഹതഭാഗ്യരെന്ന് പറയണ്ടേ.
ക്രിസ്തു നിന്റെ ത്യാഗമായി തീർന്നു നീ പറയുന്നു. നീ ആണ്ടുതോറും ഈസ്റ്റർ ആഘോഷിക്കുന്നു. നിനക്ക് ഉയർപ്പും അവൻ ഉയർത്തുന്നു നീ പറയുന്നു. നിന്റെ തലച്ചോറിനകത്ത് അതൊക്കെ കേറിയിട്ടുണ്ട്. പക്ഷെ നീ ഇന്ന് വരെ അവൻ കൊടുത്ത മറുവിലയുടെയും അവന്റെ ഉയർപ്പിന്റെയും ശക്തി നിന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? നിരപ്പെന്നാ നിനക്കറിയാമോ? നിന്നെ ദൈവത്തോട് നിരപ്പിക്കാൻ, നിനക്ക് സമാധാനം ഉണ്ടാക്കാനാ ഈ മറുവില കൊടുത്ത് ദൈവനെ ഉയർപ്പിച്ചത് പറയുമ്പോൾ അവനൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കങ്ങനെയാണോ? നമ്മൾ റാൻസം, റിഡംഷനും റിസറക്ഷനും മാത്രം പറയുന്നവരാണോ? അല്ല. പിന്നെയോ വീണ്ടെടുപ്പിന്റെയും ഉയർപ്പിന്റെയും ആത്യന്തികമായ ഫലമായ നിരപ്പിന്റെ ശുശ്രൂഷ ഫലമേൽപ്പിക്കപ്പെട്ട, നിരപ്പ് പ്രാപിക്കുകയും നിരപ്പിന്റെ ശുശ്രൂഷ ഫലമേൽപ്പിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ, അതെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് നമ്മൾ. വീണ്ടെടുപ്പ് വില കൊടുത്തു. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ മതത്തിന് വീണ്ടെടുപ്പ് എന്താന്ന് അറിയില്ല. ഉയർപ്പിന്റെ ശക്തമായ, അതെ, പ്രസ്താവനകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്തിനു വേണ്ടിയാ, അതുകൊണ്ട് നിനക്കെന്ത് ഗുണമെന്ന് ചോദിച്ചാൽ അറിയില്ല. പ്രിയരെ, റീകൺസലേഷൻ ഇല്ലാത്ത, അതായത് നിരപ്പിലേക്ക് നയിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിന്റെ മറുവില കൊണ്ടും ഉയർപ്പ് കൊണ്ടും ഒരു പ്രയോജനം. പിന്നെ ആർക്കാണ് പ്രയോജനം? ദൈവത്തോട് സമാധാനം ഉണ്ടാക്കാൻ ക്രിസ്തു മുഖാന്തരം താൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി, ദൈവത്തോട് സമാധാനം, ദൈവത്തിൽ സമാധാനം, ശിക്ഷയിൽ നിന്നുള്ള മോചനം പ്രാപിച്ച ജനം ഒരുമിച്ച് വന്നാട്ട് ഞങ്ങളാണ് ആ വീണ്ടെടുപ്പിന്റെയും ഉയർപ്പിന്റെയും ശക്തി അനുഭവിക്കുന്നവർ. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ക്രിസ്തുവിനെ മരിച്ചുയർപ്പിച്ച പോലെ തന്നെ ഞങ്ങളെയും ഞങ്ങളുടെ മധ്യശരീരങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ക്രിസ്തു ശരീരമാണ് സഭയുടെ ശിരസ്സായി എന്ന് പറയുമ്പോൾ ഈ 3 ഘടകങ്ങൾ ദൈവമക്കളുടെ ഹൃദയത്തിൽ ഒന്നും കൂടെ പതിയട്ടെ. അങ്ങനെ റിഡംഷനും റിസറക്ഷനും റീകൺസിലേഷൻ നടത്തിക്കൊണ്ട് കർത്താവായ യേശുവിനെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സാക്കി മാറ്റി. ആ ശിരസ്സാണ് നമ്മളെ നയിക്കുന്നത്. നമുക്കും നമ്മളെ ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ തിരിഹിതം അനുസരിച്ച് നിന്റെ തിരിഹിതം ഞങ്ങളിൽ എന്ത് തോന്നുന്നോ അത് നിവർത്തിപ്പാൻ ഞങ്ങളെ അനുസരണമുള്ളവരാക്കി, ഞങ്ങളെ വിധേയത്വമുള്ളവരാക്കി തീർക്കുക. അതേ സമയത്ത് തന്നെ അങ്ങയോടുള്ള അനുസരണത്തിലും വിധേയത്തിലും ഞങ്ങൾ നീങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വാക്കുകൾ വല്ലാതെ ഞങ്ങളെ മുറിവേൽപ്പിക്കും. അതേ, ഞങ്ങള് ദൈവത്തിന്റെ മക്കളാണോ, ദൈവവേദനാണോ, എന്നിട്ടാണോ നിനക്കിങ്ങനെ എന്ന് ചോദിക്കുന്ന, ദൈവാശ്രയത്തെ പൂർണ്ണമായി വെല്ലുവിളിക്കുന്ന ചോദ്യം മനുഷ്യർക്ക് വരുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനെ ഓർക്കും, അവന്റെ മാതൃക പിൻപറ്റും. ദൈവത്തിന്റെ ഹിതത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും, ദൈവത്തിന്റെ സമയത്തിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും. അനുസരണമുള്ളവനെ ഉയർത്താൻ ദൈവത്തെ ആരും പഠിപ്പിക്കണ്ട. ദൈവത്തോട് വിശ്വസ്ത കാണിക്കുന്നവനെ മാനിക്കാൻ ആരും ദൈവത്തെ പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ മാനത്തെക്കാൾ അധികം ദൈവത്തിന്റെ മാനത്തെ സ്നേഹിക്കുന്നവനെ എങ്ങനെ ആദരിക്കണമെന്ന് ആരും ദൈവത്തിന് പറഞ്ഞു കൊടുക്കണ്ട. കർത്താവ് തന്റെ പുത്രനിലൂടെ അത് തെളിയിച്ചു, തന്റെ മക്കളിലൂടെ ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ നാളെ അത് വെളിപ്പെടുത്താൻ ശക്തനാണ്. നമുക്ക് അവന്റെ ഹിതത്തിനും അവന്റെ സമയത്തിനും അവന്റെ നിയോഗങ്ങൾക്കുമായി നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്.